ഇപ്പം മൂന്നാമതും തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ലീഗിന് വേറെ മാർഗ്ഗമില്ലാണ്ട് വരും. ഭരണമില്ലാതെ എത്ര ആൾ അവർ പുറത്ത് നിൽക്കും? അത് മുസ്ലിം ലീഗ് ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് മത്ത് പിടിച്ച പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിക്ക് ഭരണമില്ലാതെ 15 കൊല്ലം പ്രതിപക്ഷത്തിരിക്കാൻ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. 10 കൊല്ലം തന്നെ അവർ വളരെ ബുദ്ധിമുട്ടി. പാർട്ടി എല്ലും തൊലിയുമായി. അപ്പോൾ ആ അവസ്ഥയിൽ ഇല പോയി തൊലി പോയി മുരടിച്ചൊരു ഇലവിനെ വലയം ചെയ്ത് അലയുന്ന ലതകൾ പോലെ എന്ന് പറഞ്ഞ അവസ്ഥയിലാണിപ്പോൾ. അപ്പോൾ അത് ഇനിയിപ്പോൾ ലതകളും കൂടി വാടിക്കരിഞ്ഞു പോവും എന്നുള്ളതാണ് 2026 സംഭവിക്കാൻ പോകുന്നത്. ഞാനിത് തമാശയായിട്ട് പറഞ്ഞല്ല, ഇതിനകത്ത് സീരിയസ് ആയിട്ടൊരു വിഷയമുണ്ട്. എന്താ വെച്ചാൽ ഈ സാമുദായിക ധ്രുവീകരണം ഒരു പരിധിവരെ BJPക്ക് ഗുണം ചെയ്യും. പക്ഷേ അതുകൊണ്ട് അവർ ജയിക്കില്ല. അവർക്ക് കാര്യമായ സീറ്റുകളൊന്നും കിട്ടില്ല. വല്ല 3-4 സീറ്റ് കിട്ടിയാത്രേ ഉള്ളൂ. പക്ഷേ ഈ ധ്രുവീകരണത്തിൻ്റെ ശരിക്കുള്ള ബെനിഫിഷ്യറി LDF ആയിരിക്കും. ഇപ്പോൾ LDF സർക്കാരിനെതിരായിട്ട് വലിയ ജനവികാരമുണ്ട്, ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുമുണ്ട്. അത് നമ്മൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടു. പക്ഷേ ഇത് ന്യൂട്രലൈസ് ചെയ്യും. ഈ ഭരണവിരുദ്ധ വോട്ടുകൾ കുറേ BJPയിലേക്കും കുറേ കോൺഗ്രസ്സിലേക്കായിട്ട് പോകും. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വോട്ട് ബേസായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായം അവർ കോൺഗ്രസിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മേടിച്ച് ആര്യൻ ഷൗക്കത്തിന് ജയിപ്പിച്ചതിന് ശേഷം നാട്ടിൽ വന്ന് പള്ളിമേടയിൽ ചെന്ന അച്ഛന്മാരോടും കന്യാസ്ത്രീകളോടും ഒക്കെ പറയാം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ആട്ടില്ല. അവർ സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് ചായയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടാലും വോട്ട് ചെയ്യാൻ കാലത്ത് അവരുടെ വോട്ട് കൈപ്പത്തിയിലേക്ക് പോവില്ല. അതുറപ്പാണ്.